ഗുഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ നല്ലൊരു രക്ഷകർത്താവ് എങ്ങനെ ആവാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. അതിനാദ്യം വേണ്ടത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിരിക്കണം. അതായത് അവർ നല്ല മാർക്ക് വാങ്ങിയാൽ അവരോട് ഒരുപാട് സ്നേഹം കാണിക്കും, അല്ലെങ്കിൽ മാർക്ക് ഇത്തിരി കുറഞ്ഞാൽ ശകാരം, ദേഷ്യം, അടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശീലങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രക്ഷകർത്താവാണ് നിങ്ങളെങ്കിൽ ഈ സ്വഭാവങ്ങളൊന്ന് മാറ്റുക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എപ്പോഴും അൺകണ്ടീഷണലായിരിക്കുക. അവർ പോസിറ്റീവ്സ് ആയാലും നെഗറ്റീവ്സ് ആയാലും അവരോടൊപ്പം ഒരുപോലെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക. അവരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ നല്ലൊരു കേൾവിക്കാരാവുക. അവർക്ക് പറയേണ്ട ചെറിയ ചെറിയ അവരുടെ ടെൻഷൻസും സങ്കടങ്ങളും ഒക്കെ നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ പാരൻസിനോട് പറയുമ്പോൾ അവർക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്നു. അതിനുള്ളൊരു സമയം പാരൻസ് നിർബന്ധമായും കണ്ടെത്തുക. കുഞ്ഞുങ്ങളായാലും അവർ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം അവരുടെ മനസ്സിലും അവർ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കുഞ്ഞായതുകൊണ്ട് അവരോട് എന്ത് പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉപേക്ഷിക്കുക. ഇനി കുഞ്ഞിനോട് സ്ക്രീൻ ടൈം കുറയ്ക്കുക, അല്ലെങ്കിൽ ഫോൺ കാണരുത്, ഗെയിം കളിക്കരുത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാരന്റ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളിലും അറിഞ്ഞും അറിയാതെയും അവർ കോപ്പി ചെയ്യുന്നത് പാരൻസിനെയാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരോട് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് അല്ലെങ്കിൽ നോ 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 എന്ന് പറയുന്നതിന് പകരം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഇൻഡോർ ഗെയിംസോ പസിൽസോ അങ്ങനെ എന്തെങ്കിലും വേറൊരു കാര്യത്തിൽ അവരെ കൂടുതൽ സമയം നമ്മൾ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരോട് എന്ത് പറയാം എന്നല്ല, എങ്ങനെ നല്ല രീതിയിൽ അവർക്ക് പോസിറ്റീവായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതൊന്ന് ചിന്തിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുഞ്ഞാണെങ്കിൽ പോലും അവരുടെ ഒപ്പീനിയൻ അവരോടൊന്ന് ചോദിക്കുക. നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്ത് ഫുഡ് വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ എവിടെ പോകാനാണ് താല്പര്യം, ഇങ്ങനെ കുഞ്ഞാണെങ്കിൽ പോലും കുഞ്ഞിനോട് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം ചോദിക്കുക. അപ്പോൾ അവർക്കും തോന്നും ഞാനും ഈ ഫാമിലിയുടെ ഒരു മെമ്പറാണ്, ഈ ഫാമിലിയുടെ ഒരു പാർട്ടാണ് എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടുവരാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇനി മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങളിലും അവരെ നോക്കി പഠിക്കുക, ഇവരെ നോക്കി പഠിക്കുക എന്ന് പറയുന്നതിന് പകരം പാരൻസിന് നീ എന്നെ നോക്കി പഠിക്കുക എന്ന് പറയാൻ ഉള്ളൊരു സ്വഭാവമായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം കുഞ്ഞുങ്ങൾ പാരൻസിനെ കാണേണ്ടത് എന്നാണ്. ഇപ്പം അച്ഛനും അമ്മയായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാക്ക് തർക്കം, അല്ലെങ്കിൽ അരുതാത്തത് വിളിച്ച് പറയുന്നത്, വഴക്കിടുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളരെ വലിയ മുറിവുകളായിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.